1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കാണ് ഇപ്പോൾ കാണുന്നത്. പണ്ട് മുതൽക്ക് ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് ടൈമിൽ ചെയ്യണമെന്നായിരുന്നു എല്ലാവരുടെയും ധാരണ. പക്ഷേ ഇപ്പോൾ നമ്മൾ മെയിൻ സ്ലാബിൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും ജിപ്സം വർക്ക് ഒഴിവാക്കി ഒരുപാട് ചെയ്യുന്നു. അതുപോലെ തന്നെ പാർട്ടീഷൻ വാൾ ഡിസൈൻ, പ്രയർ യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പോയിൻറ്റ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലിവിങ് ഡൈനിങ് പാർട്ടീഷൻ വാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാപ്പ് എത്ര വരും, അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ഓപ്പൺ കിച്ചൺ മോഡലായിട്ടാണ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ വിഡ്ത്ത്, അങ്ങനെ ടോട്ടൽ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ തറപ്പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്ലോക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും മേസൻ ചോദിക്കുന്നത് പാർട്ടീഷൻ വാളിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും കാര്യങ്ങളെല്ലാം. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിൽ ഒരു വാർഡ്രോബ്, ബെഡിൻ്റെ ഹെഡ്, ഇതൊക്കെ ആദ്യമേ അറിയുന്നതിലൂടെ നമുക്ക് സീലിങ്ങിലുള്ള സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും അതിനനുസരിച്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീടിൻ്റെ ഏറ്റവും മിനിമലായി തന്നെ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് കാണുന്നത്.